നമുക്കിനി PV അൻവറിന്റെ നീക്കങ്ങൾ കൂടി നോക്കാം. PV അൻവറുമായുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. പാർട്ടിയിൽ വിശദമായ ചർച്ച വേണമെന്ന നിലപാട് കോൺഗ്രസിനുള്ളിൽ ശക്തമായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ നേരിൽ കാണാൻ PV അൻവർ നീക്കം നടത്തിയിരുന്നു. അതിനിടെ KPCC ഭാരവാഹി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. KR സാജു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സാജു, PV അൻവർ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകില്ല. അത് കഴിയട്ടെ, അല്പസമയം കഴിയട്ടെ. കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്ത് ഒരു സമവായത്തിലെത്തിയ ശേഷം, നേതാക്കൾക്കിടയിലെ മുന്നണിക്കുള്ളിൽ ഒരു ധാരണയിലെത്തിയ ശേഷം മാത്രം മതി അൻവറുമായുള്ള കൂടിക്കാഴ്ച എന്നാണോ കോൺഗ്രസിനുള്ളിൽ നിലവിലൊരു ധാരണയിലെത്തിയിട്ടുള്ളത്? ദിവ്യ, ജയിൽമോചിതനായി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ PV അൻവർ മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തെത്തി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനായിരുന്നു നീക്കം. അതിനായി അൻവർ തിരുവനന്തപുരത്ത് ഇന്നലെ തന്നെ എത്തി എന്നാണ് വിവരം. എന്നാൽ മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് നിന്നും വഴിമാറി നടക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യം പാർട്ടിക്കുള്ളിൽ വിശദമായി ചർച്ച ചെയ്യണം. അതിനുശേഷം മാത്രമേ അൻവറിന്റെ UDF പ്രവേശനം എന്ന നീക്കത്തിന് വഴങ്ങേണ്ടതുള്ളൂ എന്ന ഒരു തീരുമാനമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അൻവറിന്റെ കൂടിക്കാഴ്ചകൾ നടത്താനുള്ള നീക്കം അകന്നു പോകുന്നത്. ഇന്ന് KPCCയുടെ ഭാരവാഹി യോഗം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിഷയം കൂടി യോഗത്തിലേക്ക് വന്നേക്കാം. അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ളവർ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ അക്കാര്യം KPCCക്ക് യോഗത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കുള്ളിലെ ആദ്യ ചർച്ചയായി അത് മാറും. അതിനുശേഷം UDF യോഗത്തിലും വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത്തരം തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് അൻവറിന്റെ ഭാഗത്തു നിന്ന് കുറെ കൂടി വ്യക്തമായ തീരുമാനങ്ങൾ വേണം എന്ന ആവശ്യവും കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അടക്കമുള്ളവ പിൻവലിച്ച് മാപ്പ് പറയണം എന്ന ആവശ്യം വരെയും കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ കരുതലോടുകൂടി നീങ്ങാനാണ് മുതിർന്ന നേതാക്കളുടെ തീരുമാനം. ഏതെങ്കിലും അർത്ഥത്തിൽ പരസ്യമായ കൂടിക്കാഴ്ചകളിലേക്ക് പോയി അത് പാർട്ടിക്കുള്ളിൽ ഒരു വിമർശനത്തിന് വഴിവെക്കുന്ന രീതി വേണ്ട. ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കേണ്ടതില്ല. പാർട്ടി ഏകോപിതമായ ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രം അക്കാര്യത്തിൽ കൂടുതൽ പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് പോയാൽ മതി എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉള്ളത്. അൻവർ ആകട്ടെ കൂടിക്കാഴ്ചകൾക്കായി നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സാജു, കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല മുന്നണിക്കുള്ളിലും ഭിന്നത രൂക്ഷമാണോ PV അൻവറിനെ ഒപ്പം ചേർക്കുന്നതിൽ? അക്കാര്യവും വിശദമായി ചർച്ച ചെയ്യണമെന്ന് RSP അടക്കമുള്ള ഘടകകക്ഷികൾ നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പിണറായി വിരുദ്ധത മാത്രമാവരുത് ഒരാളെ മുന്നണിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ. അയാൾ സ്വീകരിക്കുന്ന നയനിലപാടുകളിൽ വ്യക്തത വേണം. ഒപ്പം തന്നെ അൻവർ എപ്പോഴും ഒറ്റയാനായി തീരുമാനം എടുക്കുന്ന ആളാണ്. അതിനാൽ ഒറ്റയടിക്ക് UDFിലേക്ക് എടുത്തുകൊണ്ട് പിന്നീട് മുന്നണിക്കും പാർട്ടികൾക്കും ഒക്കെ തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന നിലപാട് ഘടകകക്ഷികളിലും ഒരു വിഭാഗത്തിനുണ്ട്. അതേസമയം രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്ന ശക്തമായ അഭിപ്രായവും മുന്നണിക്കുള്ളിലുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയ ശേഷം അൻവറിന്റെ കാര്യത്തിൽ അന്തിമമായ തീരുമാനങ്ങളിലേക്ക് കടന്നാൽ മതി എന്നാണ് ഇപ്പോൾ UDFിലെ ധാരണ. നമ്മൾ ഇന്നലെ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. തിടുക്കപ്പെട്ട് അൻവറിന്റെ UDF പ്രവേശനത്തിൽ UDF ഒരു തീരുമാനം എടുക്കില്ല. എല്ലാ പാർട്ടികളിലും മുന്നണിയിലുമൊക്കെ വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനിടയിലാണ് ഒരു മഞ്ഞുരുക്കം എന്ന രീതിയിൽ നേതാക്കളെ കാണുക, കൂടിക്കാഴ്ച നടത്തുക എന്ന നിലയിലേക്ക് അൻവർ നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷെ അത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ കാണാനുള്ള നീക്കം വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടം വരെയുള്ള വിവരം. ദിവ്യ, ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ PV അൻവർ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോൺഗ്രസ് നേതാക്കളുമായാണ് കൂടിക്കാഴ്ചയുള്ളത്. അതിനായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് PV അൻവർ. പക്ഷേ കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. ഇന്ന് KPCC ഭാരവാഹി യോഗം ചേരുന്നുണ്ട്. PV അൻവറിന്റെ കൂടിക്കാഴ്ചയടക്കം അതിൽ ചർച്ചയാവുകയും ചെയ്യും. KR സാജു ആണ് വിവരങ്ങൾ നൽകിയത്.